പ്ലാസ്റ്റിക് എന്ന വിപത്ത് കരയെ എന്ന പോലെ കടലിനെയും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കടൽ ജീവജാലങ്ങളെയും കടൽ പക്ഷികളെയും ആവാസ വ്യവസ്ഥയെ തന്നെയും ബാധിക്കുന്ന തരത്തിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം എത്തിയിരിക്കുന്നു. തീരത്ത് മാത്രമല്ല, കടലിന്റെ അടിത്തട്ടിൽ പോലും പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം വൻ ഭീഷണി ഉയർത്തുന്നു. ഏകദേശം 8 മില്യൺ ടൺ പ്ലാസ്റ്റിക് തീരത്തും അടിത്തട്ടിലുമായി വർഷം തോറും അടിയുന്നതായി കണക്കാക്കുന്നു. ഇത് കാരണം വർഷം തോറും 1,00,000-ലധികം കടൽ ജീവികൾ ചത്തൊടുങ്ങുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. കടൽ പക്ഷികളും മറ്റും പ്ലാസ്റ്റിക് ഭക്ഷിച്ച് ചത്തൊടുങ്ങുന്നതും മനുഷ്യൻ കടലിൽ ഉപേക്ഷിക്കുന്നതും നഷ്ടപ്പെടുന്നതുമായ വലകളിലും മറ്റും കടൽ ജീവികൾ കുരുങ്ങി ജീവൻ നഷ്ടപ്പെടുന്നതും സാധാരണമാണ്. ഇത്തരത്തിൽ കടൽ ജീവികളും പക്ഷികളും നഷ്ടപ്പെടുന്നതിലൂടെ കടലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ അത് സാരമായി ബാധിക്കുന്നു. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയാൽ 2050 കടലിലെ മത്സ്യസമ്പത്ത് തന്നെ ഇല്ലാതായേക്കാം. അതിനാൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉപേക്ഷിച്ച് നമ്മുടെ കടലിനെയും കടൽ സമ്പത്തിനെയും നമുക്ക് സംരക്ഷിക്കാം. വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ക്യാരി ബാഗുകളും ബോട്ടിലുകളും ഉപയോഗിക്കുന്നതിലൂടെ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പാദനം കുറയ്ക്കുവാനും അതിലൂടെ നമുക്ക് നമ്മുടെ പ്രകൃതിയെയും ഭൂമിയെയും നാളേക്കായി സംരക്ഷിക്കുകയും ചെയ്യാം. ശരിയായ ബോധവൽക്കരണം നടത്തിയും കർശനമായ നിയമനിർമ്മാണം നടത്തിയും മാത്രമേ പ്രകൃതിയെ നമുക്ക് രക്ഷിക്കാനാകൂ. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ 5% മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ എന്ന വസ്തുത ഈ വിപത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. മത്സ്യങ്ങളും മറ്റും ഈ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുകയും മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ ഇത് അവയുടെ ശരീരത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഇവയെ ഭക്ഷിക്കുന്ന മനുഷ്യരിലും ഇത് മറ്റൊരു തരത്തിൽ ശരീരത്തിലെത്തുകയും ക്യാൻസർ, ജനിതക പ്രശ്നങ്ങൾ, പ്രതിരോധശേഷി നശിക്കൽ, സ്വഭാവ രൂപീകരണത്തിൽ തകരാറുകൾ, ഉൽപാദന പ്രക്രിയ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ഗാർബേജ് സംഭരണി തന്നെ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചാണ്. ഇതിലെ 90% പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കരയിൽ നിന്നും അടിയുന്നതാണ്. മനുഷ്യൻ നടത്തുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും കടലിൽ ജീവന്റെ തുടിപ്പുകൾ പോലും ഇല്ലാതായേക്കും.